ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന അസൈൻമെൻറ്റ്സ്, അതായത് നിങ്ങൾ ഓരോ സെക്ഷനിലും ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്നും മിനിമം ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ അഡീഷണലായിട്ട്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ അതിൽ ചെയ്തതാണ്, അപ്പോൾ അഡീഷണലായിട്ട് 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോൾ അത് അസൈൻമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഇൻവേർട്ടബിൾ മെട്രിക്സസ് എന്താണ്, ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് മെട്രിക്സിന് ലെഫ്റ്റ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ് എന്താണ്, ഒരു മെട്രിക്സ് എപ്പോഴാണ് ഇൻവേർട്ടബിൾ ആകുന്നത്, അല്ലെങ്കിൽ ഒരു മെട്രിക്സിന് എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്താണെന്ന് പറയും. അതിനുശേഷം നമ്മൾ വെക്റ്റർ സ്പേസിലേക്ക്, പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വെക്റ്റർ സ്പേസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വെക്റ്റർ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ എന്താണ്, എപ്പോഴാണ് ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ്, സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വെക്റ്റർ സ്പേസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഒരു കുറേ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ വെക്റ്റർ സ്പേസിന് ശേഷം നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയും, ഇതിലെ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതയെ പറ്റി പറയും. ദെൻ അതിനുശേഷം നമ്മൾ വെക്റ്റർ സ്പേസിൽ സബ്സ്പേസിനെ പറ്റി പറയും, വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസിനെ പറ്റി നമ്മൾ പറയും. ദെൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെ പറ്റി പറയും. നമ്മൾ കണ്ടതാണ് ലീനിയർലി ഇൻഡിപെൻഡൻസ് റോസും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും, ലീനിയർലി ഡിപെൻഡൻറ്റ് റോസും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും. ആ കണ്ടീഷൻ നമ്മൾ കണ്ടതാണ്, എപ്പോഴാണ് ഡിപെൻഡൻ്റ് ആകുന്നത്, എപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. അതേപോലെ തന്നെ നമ്മൾ വെക്റ്റർ സ്പേസിൽ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് എപ്പോഴാണ്, ഡിപെൻഡൻ്റ് ആകുന്നത് എപ്പോഴാണ്, അത് കാണും. അതിനുശേഷം നമ്മൾ സ്പാനിങ് സെറ്റ് കാണും, സ്പാനിങ് സെറ്റ്. ദെൻ ബേസിസ്, പ്രധാനപ്പെട്ട ബേസിസ് എന്താണ്, ബേസിസ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്താണ്, വെക്റ്റർ സ്പേസുകളുടെ ബേസിസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ പറയും. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. കൂടുതൽ കാര്യങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. ഫസ്റ്റ് മൊഡ്യൂൾ പ്രധാനപ്പെട്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന മെട്രിക്സസ് ഒക്കെ ഓൾറെഡി നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം വളരെ പ്രധാനപ്പെട്ട വെക്റ്റർ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലാണ്. then അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾസിൽ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് മൊഡ്യൂൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇൻവേർട്ടബിൾ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. we consider a definition. Let A be an m by n matrix. Let A be an m by n matrix. Then an n by m matrix X. So X is an n by m matrix. Then an n by m matrix X is said to be a left inverse of a left inverse of A if it satisfies the condition X into A equal to the identity matrix n by n identity matrix In. That is A എന്ന് പറയുന്ന മെട്രിക്സ് ഒരു m by n മെട്രിക്സ് ആണ്. ഓർക്കാം, X എന്ന് പറയുന്ന ഒരു n by m മെട്രിക്സ് ആണ്. ദെൻ X എന്ന് പറയുന്ന മെട്രിക്സ് n by m മെട്രിക്സ് എയുടെ ലെഫ്റ്റ് ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് X ഇൻറ്റു എ എടുക്കുമ്പോൾ, ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, X ഇൻറ്റു എ എടുക്കുമ്പോൾ എന്ത് കിട്ടണം, എനിക്ക് n by n ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. n by n ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് In കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഇൻവേഴ്സ് നമുക്ക് പറയാം. സിമിലർലി റൈറ്റ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എ ഇൻറ്റു എക്സ്, റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ എ ഇൻറ്റു എക്സ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, m by m ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് In കിട്ടണം. ദാറ്റ് ഇസ് ദ റൈറ്റ് ഇൻവേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന മെട്രിക്സ്, എക്സ് എന്ന് പറയുന്ന n by m മെട്രിക്സ് എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു എക്സ് എടുക്കുമ്പോൾ എനിക്ക് m by m ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം കിട്ടേണ്ടത്. സോ ദാറ്റ് ഈസ് എ ഡെഫിനേഷൻ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് ആൻഡ് റൈറ്റ് ഇൻവേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ ഓർഡർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ കൺസിഡർ ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 1 4 3 3 4 0 0. സോ എയുടെ ഓർഡർ എന്ന് പറയുന്ന ഒരു 4/2 മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 4/2 മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് ഇൻവേഴ്സോ റൈറ്റ് ഇൻവേഴ്സോ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു 2/4 മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് എക്സ്. ദാറ്റ് ഈസ് വി കൺസിഡർ ദ മെട്രിക്സ് എക്സ് എ ബി. അവിടെ എ ബി എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ മെട്രിക്സിൽ നമുക്ക് എക്കും ബിക്കും ആർബിട്രറി വാല്യൂസ് ആണ് കൊടുക്കുക. എയും ബിയും ആർബിട്രറി വാല്യൂസ് ആണ്. സോ എക്കും ബിക്കും നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സോ എക്സ് എ ബി
that is a 2/4 matrix. So XAB is minus 3 1 0a minus 3 0 1 6 2/4 matrix ആണ്. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് XAB എന്ന് പറയുന്നത് ലെഫ്റ്റ് ഇൻവേഴ്സ് ആണോ ചെക്ക് ചെയ്യണം. സോ ലെഫ്റ്റ് ഇൻവേഴ്സ് ആണോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ XAB ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം അല്ലേ. XAB ഇൻറ്റു എ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം ഒരു 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. ദാറ്റ് ഈസ് XAB ഇൻറ്റു എ എടുക്കുമ്പോൾ I2 ആണ് കിട്ടുന്നതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. സോ വി കൺസിഡർ XAB ഇൻറ്റു എ, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. സോ വി ഗെറ്റ് 1001, that is I2. We get I2. Therefore XAB, by definition we get XAB is we can say that XAB is a left inverse of A. XAB is the left inverse of A. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് എയ്ക്കും ബിക്കും ഏത് വാല്യൂ വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് XAB ഇൻറ്റു എ എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടത്തുള്ളൂ, I2 ആണ് കിട്ടുക. ഓക്കെ, XAB ഇൻറ്റു എ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും I2 എന്ന് പറയുന്ന മെട്രിക്സ് ആണ് കിട്ടുക ഫോർ എനി വാല്യൂ ഓഫ് എ ആൻഡ് ബി. ദാറ്റ് മീൻസ് എയ്ക്ക് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഈ പർട്ടിക്കുലർ മെട്രിക്സ് 4/2 മെട്രിക്സ് എയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് നമുക്ക് പറയാൻ പറ്റും. കാരണം എയ്ക്കും ബിക്കും ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും എനിക്ക് ഓരോ എക്സ് കിട്ടും, ഓരോ ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സ് കിട്ടിക്കൊണ്ടിരിക്കും, മെട്രിക്സ് എക്സ് കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് അതല്ല ഈ കണ്ടീഷൻ XAB ഇൻറ്റു എ എന്നുള്ള XAB ഇൻറ്റു എ എടുക്കുമ്പോൾ എനിക്ക് I2 എന്ന മെട്രിക്സ് എപ്പോഴും കിട്ടും. ഏത് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ XAB ഇൻറ്റു എ എന്ന് പറയുന്ന I2 കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് പറയാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും എ എന്ന് പറയുന്ന മെട്രിക്സിന്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഈ മെട്രിക്സിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹിയർ എ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി ലെഫ്റ്റ് ഇൻവേഴ്സസ്. ഇനി എനിക്ക് അറിയേണ്ടത് ഈ XAB എന്ന് പറയുന്ന എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആണെന്ന് അറിയണം. ഈ XAB എന്ന് പറയുന്ന എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് എ ഇൻറ്റു XAB എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, എ ഇൻറ്റു XAB എടുക്കുമ്പോൾ എന്താ കിട്ടണ്ടേ, എനിക്ക് ഒരു 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത് അല്ലേ. XAB എന്ന് പറയുന്ന എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു XAB എടുക്കുമ്പോൾ ഒരു 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. നോക്കാം. സോ എ നിങ്ങൾ ഓക്കെ, നമ്മളവിടെ ചെക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എ ഇൻറ്റു XAB എടുക്കുമ്പോൾ എന്താ വരിക നോക്കാം. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് വരിക. എ എന്ന് പറയുന്ന മെട്രിക്സ് -3 1 0 എ ആണ്. ദാറ്റ് ഈസ് -3 0 1 ബി ആണ്. അതാണ് അത് XAB ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 1 1 4 3 3 4 0 0 അല്ലേ. സോ എ ഇൻറ്റു XAB എടുക്കുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 1 ഇൻറ്റു -3 പ്ലസ് 1 ഇൻറ്റു -3 എത്ര വരിക, -3 പ്ലസ് -3 ദാറ്റ് ഈസ് -6. അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോം അല്ല നമുക്ക് പറയാം, ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പറയാം. ഓക്കെ, 1 അല്ല വരുന്നത്, -6 ആണ് നമ്മൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിലൂടെ നമുക്ക് ഒരിക്കലും I4 എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ XAB എന്ന് പറയുന്നത് എയുടെ റൈറ്റ് ഇൻവേഴ്സ് അല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എയുടെ റൈറ്റ് ഇൻവേഴ്സ്, ഏതെങ്കിലും മെട്രിക്സ് എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആകുമോ എന്ന് നോക്കണ്ടേ. ഏതെങ്കിലും മെട്രിക്സ് എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആകുമോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2/4 മെട്രിക്സ് ജനറലായിട്ട് നമ്മളൊരു 2/4 മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ലെറ്റ് y ഈസ് ഈക്വൽ ടു A1 A2 A3 A4 B1 B2 B3 B4 എന്ന് പറയുന്ന ഒരു ജനറൽ 2/2 മെട്രിക്സ് എടുക്കുകയാണ്. ദെൻ എ ഇൻറ്റു വൈ എടുക്കുമ്പോൾ y എന്ന് പറയുന്നത് എയുടെ റൈറ്റ് ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു വൈ എടുക്കുമ്പോൾ എനിക്ക് 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം കിട്ടേണ്ടത്. നോക്കാം, എ ഇൻറ്റു വൈ എടുക്കുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എ ഇൻറ്റു വൈ. സോ എ ഇൻറ്റു വൈ എടുക്കുമ്പോൾ വി ഗെറ്റ് ദ 4/4 മെട്രിക്സ്. A1 plus B1, A2 plus B2, A3 plus B3, A4 plus B4. Second row 4A1 plus 3B1, 4A2 plus 3B2, 4A3 plus 3B3, 4A4 plus 3B4. Third row 3A1 plus 4B1, 3A2 plus 4B2, 3A3 plus 4B3, 3A4 plus 4B4. ലാസ്റ്റ് റോ വരുമ്പോൾ കംപ്ലീറ്റ് എന്തായി പോവുകയാണ്, 0 0 0 0. അതുതന്നെ നമുക്ക് പറയാം എയ്ക്കും ബിക്കും അല്ലെങ്കിൽ A1നും B1നും അല്ലെങ്കിൽ A2നും B2നും A3ക്കും B3ക്കും A4നും B4നും ഏതൊക്കെ വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും A ഇൻറ്റു വൈ എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ലാസ്റ്റ്
റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സീറോ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ലാസ്റ്റ് റോ വെച്ച് തന്നെ നമുക്ക് പറയാം ആ മെട്രിക്സ് ഒരിക്കലും എന്താകത്തില്ല, ഒരു 4x4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകത്തില്ല. ദാറ്റ് ഈസ് A ഇൻറ്റു വൈ. നിങ്ങൾ ഏതൊക്കെ A1 B1 A2 B2 A3 B3 A4 B4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും A ഇൻറ്റു വൈ എന്ന് പറയുന്ന മെട്രിക്സ് ഒരിക്കലും എന്താകത്തില്ല, ഒരു 4x4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ഫോം ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ എക്ക്, ഈ പറഞ്ഞ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ എക്ക് ഒരിക്കലും ഒരു റൈറ്റ് ഇൻവേഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. കാരണം ഇപ്പോഴും ഏത് മെട്രിക്സ്, ഏത് 2x4 മെട്രിക്സുമായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാലും ഇപ്പോഴും നിങ്ങൾക്ക് ലാസ്റ്റ് റോ കംപ്ലീറ്റ് സീറോ ആണ് വരിക. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ എക്ക് ഒരിക്കലും ഒരു റൈറ്റ് ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് നമുക്ക് കണ്ടു. ലെഫ്റ്റ് ഇൻവേഴ്സ് ഒന്നല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി. പക്ഷേ ഇതിന് റൈറ്റ് ഇൻവേഴ്സ്, ഈ പർട്ടിക്കുലർ എക്ക് റൈറ്റ് ഇൻവേഴ്സ് പോസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ? മറ്റൊരു ക്വസ്റ്റൻ ആയിരുന്നു A is equal to 1 0 0. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിളിൽ നമുക്ക് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുത്തു. അതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്, പക്ഷേ അതിന് റൈറ്റ് ഇൻവേഴ്സ് ഇല്ലായിരുന്നു. ആൻഡ് ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് റൈറ്റ് ഇൻവേഴ്സ് ഇല്ല. ഇനി മറ്റൊരു കേസിലേക്ക് പോവുകയാണ്. വി കൺസിഡർ ദ മെട്രിക്സ് 3x3 മെട്രിക്സ് A, that is 1 0 0 0 2 0 0 0 3 മെട്രിക്സ്. And here we consider x is equal to 1 0 0 0 1/2 0 0 0 1/3. ദെൻ ആദ്യം നമുക്ക് എക്സിൻ്റെ റൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് മനസ്സിലായി. രണ്ടും 3x3 മെട്രിക്സ് ആണ്. സോ A ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. A ഇൻറ്റു എക്സ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമോ നോക്കുക. 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമോ നോക്കുക. എന്ത് കിട്ടുന്നുണ്ട്? വി ഗെറ്റ് ദ 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ്. A ഇൻറ്റു എക്സ് എടുക്കുമ്പോൾ I3 കിട്ടുന്നുണ്ട് അല്ലേ? ദെർഫോർ നമുക്ക് എന്ത് പറയാം? So by definition we can say that x is the right inverse of a. X is the right inverse of a. Similarly x into a ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ, എക്സ് ഉപയോഗിച്ച് ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ എക്സ് ഇൻറ്റു എ എന്ത് വരും? ചെയ്ത് നോക്കി. എക്സ് ഇൻറ്റു എയും എന്ത് തന്നെ കിട്ടുന്നുണ്ട്? 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടെ A ഇൻറ്റു എക്സ് എടുക്കുമ്പോഴും എനിക്ക് I3 കിട്ടുന്നുണ്ട്, എക്സ് ഇൻറ്റു എ എടുക്കുമ്പോഴും എന്ത് തന്നെ കിട്ടുന്നുണ്ട്? I3 കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ബൈ ഡെഫിനേഷൻ നമുക്ക് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന എക്സ്, ദാറ്റ് ഈസ് 1 0 0 0 1/2 0 0 0 1/3 എന്നുള്ള ഈ ഒരു മെട്രിക്സ് എക്സ് എയുടെ തന്നിരിക്കുന്ന എയുടെ ലെഫ്റ്റ് ഇൻവേഴ്സുമാണ്, അതേസമയം റൈറ്റ് ഇൻവേഴ്സുമാണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസാണ് നമ്മളിപ്പം പറഞ്ഞത്. ഫസ്റ്റ് കേസിൽ നമ്മൾ കണ്ടത് എക്ക് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് റൈറ്റ് ഇൻവേഴ്സ് ഇല്ലായിരുന്നു. സെക്കൻഡ് കേസിൽ നമ്മൾ കണ്ട എക്ക് ഒരു ലെഫ്റ്റ് ഇൻവേഴ്സും ഉണ്ട്, റൈറ്റ് ഇൻവേഴ്സ്, ഒരേ ലെഫ്റ്റ് ഇൻവേഴ്സും. അതായത് ഈ പറഞ്ഞ കേസിൽ എക്ക് ഒരു യുണീക്ക് ലെഫ്റ്റ് ഇൻവേഴ്സും റൈറ്റ് ഇൻവേഴ്സും ആണുള്ളത്. അതായത് എക്സ് തന്നെയാണ് അതിൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സ്, അത് എക്സ് തന്നെയാണ് അതിൻ്റെ റൈറ്റ് ഇൻവേഴ്സും. ഓക്കെ. അപ്പോൾ മറ്റൊരു കേസാണ് എ ഹാസ് എ യുണീക്ക്, ഹിയർ എ ഹാസ് എ യുണീക്ക് ലെഫ്റ്റ് ഇൻവേഴ്സ് ആൻഡ് റൈറ്റ് ഇൻവേഴ്സ്. എ ഹാസ് എ യുണീക്ക് ലെഫ്റ്റ് ഇൻവേഴ്സ് ആൻഡ്, അല്ലെങ്കിൽ എ ഹാസ് സെയിം ലെഫ്റ്റ് ഇൻവേഴ്സ് ആൻഡ് സെയിം റൈറ്റ് ഇൻവേഴ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഇത് എപ്പോഴാണ് ഒരു മെട്രിക്സിന് റൈറ്റ് ഇൻവേഴ്സും ലെഫ്റ്റ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന് ക്രൈറ്റീരിയൻ ആണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത്. എപ്പോഴാണ് ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ അതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയൻ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. റാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്, മെട്രിക്സ് റാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ക്രൈറ്റീരിയൻ ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കഴിഞ്ഞ മൊഡ്യൂളിൽ ആരെങ്കിലും ഇനി ആ പറഞ്ഞ അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്തു വെക്കുക. അതായത് ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് PDF ഞാനായി നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓരോ സെക്ഷനിലും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓരോ സെക്ഷനിലെയും കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തതാണ്, ക്ലാസ് ചെയ്തു പോയതാണ്. അപ്പോൾ അത് കൂടാതെ ഉള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അതിലൊന്നോ രണ്ടോ ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ മിനിമം 2 ക്വസ്റ്റ്യനെങ്കിലും ഓരോ സെക്ഷനിലും നിങ്ങൾ സോൾവ് ചെയ്യുക. അത് ഏറ്റവും ചെറുതായി നോക്കി കണ്ടുപിടിച്ച് ചെയ്യുന്ന രീതി ആകരുത്. കാരണം നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളാണ്, ഫസ്റ്റ് മൊഡ്യൂൾ സിമ്പിളാണ്, മെട്രിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളാണ്. ഹെർമൈറ്റ് ഫോം, എഷലോൺ ഫോം, സ്റ്റെപ്പ് ഫോമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് റാങ്ക്, റോ റാങ്ക്, കോളം റാങ്ക് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിമ്പിളാണ്. അതുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾ ഓരോ സെക്ഷനിൽ നിന്നും മിനിമം 2 ക്വസ്റ്റ്യൻ, അഡീഷണൽ ക്വസ്റ്റ്യൻ, നമ്മൾ ചെയ്യാത്ത 2 അഡീഷണൽ ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ചെയ്ത് വെക്കുക. അത് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.